Hello, welcome to Madia Classes. ചാപ്റ്റർ 2 എക്സ്പ്ലോറിംഗ് അവർ നൈബർഹുഡ് ആണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഒന്നാം ഭാഗം പാർട്ട് 1 ആയിട്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാം. അപ്പൊ ലാസ്റ്റ് വീഡിയോയിൽ നിർത്തിയ അതേ സ്ഥലത്ത് നിന്ന് നമുക്ക് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ? The bus took a turn and Navya saw a metro train passing by. Look at that! The train is moving so fast, she exclaimed. ദാദാജിയും നവിയും കൂടി ബസ്സിൽ അങ്ങനെ പോവുകയാണല്ലേ. അങ്ങനെ പോകുന്ന വഴിക്ക് അവര് മുകളിലായിട്ട് ഒരു മെട്രോ ട്രെയിൻ പോകുന്നത് കണ്ടു. ആ ട്രെയിൻ എന്ത് ഫാസ്റ്റ് ആയിട്ടാ പോകുന്നതെന്ന് നവ്യ അത്ഭുതത്തോടെ നോക്കുകയാണ്. നവ്യ, the metro train travel very fast. Also, there are high roads known as flyovers. ഈ മെട്രോ ട്രെയിൻ ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണ് പോകുന്നത്. അത് പോകുന്നത് ഏതിൽ കൂടെയാണ്? ഫ്ലൈ ഓവേഴ്സിൽ കൂടിയാണ്. ഫ്ലൈ ഓവേഴ്സ് എന്ന് പറഞ്ഞാൽ ഹൈ റോഡ്സ് ആണ്. ദേ ഹെൽപ് vehicle move above the busy roads and crossings. So they save the time of travelers. ഭൂരിഭാഗം മെട്രോ സർവീസുകൾ റോഡിന് മുകളിലുള്ള ഈ ഫ്ലൈ ഓവേഴ്സിലൂടെയാണ് പോകുന്നത്. ഫ്ലൈ ഓവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? എലിവേറ്റഡ് ആയിട്ടുള്ള, താഴെ കൂടി അല്ലാതെ മുകളിലൂടെ പോകുന്ന റോഡോ അല്ലെങ്കിൽ റെയിലോ ഒക്കെ വരുന്ന സിറ്റുവേഷനാണ് ഫ്ലൈ ഓവേഴ്സ്. റോഡിന് നടുവിലുള്ള ഒരു തൂണുകളിലാണ് ഈ പാത ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ നഗരത്തിൽ കൂടുതൽ സ്ഥലം നഷ്ടപ്പെടുന്നില്ല. മുകളിൽ തൂണിലായതുകൊണ്ട് മുകളിലൂടെ അങ്ങ് പോയിക്കോളും. അതിന്റെ അടിയിലൂടെ നോർമൽ ട്രാഫിക്കിനൊക്കെ പോകാൻ പറ്റും. ഇതിന് സെപ്പറേറ്റ് റൂട്ടാണ്. ഇതിന്റെ ക്രോസ് ആയിട്ട് ബസ്സുകളോ കാറുകളോ വേറെ ട്രാൻസ്പോർട്ട് സിസ്റ്റമോ ഒന്നും വരുന്നില്ല. അപ്പോൾ ടൈം സേവ് ചെയ്യാൻ പറ്റും. അതിന് സ്റ്റാർട്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ട് അതെങ്ങോട്ടാണ് പോകുന്നത് അങ്ങോട്ട് പോകാൻ പറ്റും. Some flyovers are built for metros and others are for buses and cars, explained ദാദാജി. അപ്പോൾ എല്ലാ ഫ്ലൈ ഓവേഴ്സും മെട്രോസിന് വേണ്ടി മാത്രം ഉണ്ടാക്കുന്നതല്ല. ചില ഫ്ലൈ ഓവേഴ്സ് മെട്രോസിന് വേണ്ടിയും, എന്നാൽ മറ്റു ചില ഫ്ലൈ ഓവേഴ്സ് ബസ്സിനും കാറിനും, അതായത് നോർമൽ റോഡായിട്ട് വരെ ഉപയോഗിക്കാൻ വേണ്ടി ഉണ്ടാകും. ദാദാജി continued. These modern facilities and services such as flyovers and metros have made life easier for us. However, many animals, birds and trees that used to be here are no longer around because of all these changes. ദാദാജി എന്താ പറയുന്നത്? ഈ മോഡേൺ ഫെസിലിറ്റീസ്, ഇങ്ങനെയുള്ള മെട്രോസും ഫ്ലൈ ഓവേഴ്സും ഒക്കെ നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പെട്ടെന്ന് പോകാൻ പറ്റും. മാക്സിമം ടൈം സേവ് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. എന്നാൽ ഇതുകൊണ്ട് ചില പ്രശ്നങ്ങളും ഉണ്ട്. മുമ്പൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന ആനിമൽസും ബേർഡ്സും അതുപോലെ ട്രീസും ഒക്കെ ഇപ്പൊ ഇവിടെ ഇല്ല. കാരണം പല ട്രീസും കട്ട് ചെയ്തിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി സ്പേസ് കണ്ടെത്തുന്നത്. ആ മരങ്ങളിൽ ജീവിച്ചിരുന്ന പക്ഷികളോ അതിന് അറൗണ്ട് ജീവിച്ചിരുന്ന മൃഗങ്ങളോ ഒന്നും ഇപ്പോ ഇവിടെ ഇല്ല. നവ്യ റിപ്ലൈഡ്, I wonder if we can have such developments even while keeping our environment safe and secure. അപ്പൊ നവ്യ പറയാണ്, നമുക്ക് നമ്മുടെ എൻവയോൺമെന്റിനെ സേഫ് ആയിട്ട് ഈ ആനിമൽസിനെയും ബേർഡ്സിനെയും ഒന്നും എഫക്റ്റ് ചെയ്യാതെ ഈ ഡെവലപ്മെന്റ്സ് ഒക്കെ കൊണ്ടുവരാൻ പറ്റിയിരുന്നെങ്കിൽ എന്ത് നന്നായനേന്ന്. ദാദാജി said, yes, that can happen by creating a balance. If we plant trees, we can keep our environment secure. അപ്പോൾ എന്ത് ഡെവലപ്മെന്റ് ഉണ്ടായാലും നമുക്ക് ഒരു ബാലൻസ് നിലനിർത്താൻ പറ്റണം. നമ്മൾ കുറേ ട്രീസ് കട്ട് ചെയ്തിട്ടാണ് ഇങ്ങനെയുള്ള ഡെവലപ്മെന്റ്സ് ഉണ്ടാക്കുന്നതെങ്കിൽ വേറൊരിടത്ത് ഇതുപോലെ നിറയെ ട്രീസ് പ്ലാന്റ് ചെയ്യണം. അല്ലെങ്കിൽ എല്ലാരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഡെവലപ്മെന്റ് വേണം എന്ന മറ്റുള്ളതിനെയൊന്നും ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ പ്ലാൻ ചെയ്ത് ഡിസൈൻ ചെയ്യാൻ നമ്മൾ മനുഷ്യർക്ക് പറ്റണം. Which mode of transportation do you use the most? നിങ്ങൾ സാധാരണയായിട്ട് ട്രാവൽ ഒക്കെ ചെയ്യാൻ വേണ്ടി ഏത് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആണ് ഉപയോഗിക്കാറ്? അപ്പൊ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള
ഗതാഗത സൗകര്യങ്ങളുണ്ട്. അതിൽ നിങ്ങൾ ഏത് ഗതാഗത സൗകര്യങ്ങളാണ് ഉപയോഗിക്കാറ്? മെയിനായിട്ട് നമ്മൾ റോഡിലൂടെയുള്ള ട്രാൻസ്പോർട്ടേഷൻ ആണ് ഉപയോഗിക്കുന്നതല്ലേ? അതിൽ തന്നെ പബ്ലിക് ട്രാൻസ്പോർട്ട് ആയിട്ടുള്ള ബസ്, പിന്നെ നമ്മുടെ സ്വന്തമായിട്ടുള്ള കാറ്, ബൈക്ക് ഇവയൊക്കെ ഉപയോഗിക്കും. ചില ആളുകളുടെ വീടിന്റെ അടുത്തൊക്കെ വലിയ റിവർ ഒക്കെ ഉണ്ടാകാം. അപ്പൊ അവര് ചിലപ്പം ബോട്ടും ഫെറികളും ഒക്കെ ഉപയോഗിച്ചേക്കാം. ഇനി ഒരു രാജ്യത്ത് നിന്ന് വേറെ രാജ്യത്തേക്കൊക്കെ ഫ്രീക്വന്റ് ആയിട്ട് സഞ്ചരിക്കുന്ന ആളുകളാണെങ്കിലോ എയ്റോപ്ലെയിൻസും യൂസ് ചെയ്യാം. അപ്പൊ നിങ്ങളുടേതായിട്ടുള്ള ഉത്തരങ്ങൾ എഴുതുക. Can you identify the structures in the picture and explain how they have made travel faster and connectivity better? എന്തൊക്കെയാണ് ഈ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്? ഒന്നാമത്തെ ചിത്രം എന്തായിരുന്നു? അത് നമ്മൾ ഇപ്പൊ പഠിച്ചേ ഉള്ളൂ അല്ലേ? അത് ഫ്ലൈ ഓവേഴ്സ് ആണ്. അതിനെ ഓവർ പാസ് എന്നും വിളിക്കും. ഫ്ലൈ ഓവേഴ്സ് എങ്ങനെയാ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്? ഹെൽപ്സ് വെഹിക്കിൾ മൂവ് അബോവ് ബിസി റോഡ്സ്, റെഡ്യൂസിംഗ് ട്രാഫിക് കൺജഷൻ ആൻഡ് സേവിംഗ് ട്രാവൽ ടൈം. നോർമലായിട്ട് താഴെ കൂടി പോകുന്ന ട്രാഫിക്കിനെ ഒന്നും ബുദ്ധിമുട്ടിക്കാതെ മുകളിലൂടെ മെട്രോസോ അല്ലെ വേറെ വാഹനങ്ങളോ പോകാൻ ഫ്ലൈ ഓവേഴ്സ് ഹെൽപ്പ് ചെയ്യും. രണ്ടാമത്തെ ചിത്രം എന്താണത്? അതൊരു ബ്രിഡ്ജാണ്. എന്തിനാ ബ്രിഡ്ജ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്? connects places separated by rivers or valleys, making travel easier and shorter. അടുത്തതൊരു മെട്രോ ട്രെയിൻ ആണ്. മെട്രോ ട്രെയിൻ provides fast and efficient transport within cities. ദൂരേക്കുള്ള സ്ഥലങ്ങളിലല്ല, സിറ്റിയുടെ ഉള്ളിൽ തന്നെ ഫാസ്റ്റ് ആയിട്ട് സഞ്ചരിക്കാൻ മെട്രോ ട്രെയിൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. റെഡ്യൂസിങ് റോഡ് ട്രാഫിക് ആൻഡ് ട്രാവൽ ടൈം. നമുക്ക് റോഡ് ട്രാഫിക് പോലെ കഞ്ചഷൻ ഒന്നും ഉണ്ടാവില്ല. അതിന്റെ സെപ്പറേറ്റ് അതിനായിട്ടുള്ള പാത്തിലൂടെയായി പോകുന്നത് കൊണ്ട് അതിനെവിടെയും ബ്ലോക്ക് ഒന്നും വരില്ല. അടുത്ത ചിത്രം അതൊരു എയർപോർട്ടാണ്, അല്ലെങ്കിൽ നമുക്ക് എയ്റോപ്ലെയിൻ, ഇനി അതും അല്ലെങ്കിൽ റൺവേ, അപ്പൊ എന്ത് വേണേലും പറയാം. അത് ഒരു എയ്റോപ്ലെയിൻ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പൊ എയ്റോപ്ലെയിൻ എനേബിൾസ് എയർ ട്രാവൽ. ആകാശത്ത് കൂടിയുള്ള ട്രാവൽ സാധ്യമാക്കുന്നത് എയ്റോപ്ലെയിൻ ആണ്. അലോയിങ് പീപ്പിൾ ടു കവർ ലോങ് ഡിസ്റ്റൻസസ് ക്വിക്ലി. വളരെ ദൂരെ ഒരു രാജ്യത്ത് നിന്ന് വേറൊരു രാജ്യത്തേക്കൊക്കെ പോകുന്നത് ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും എയ്റോപ്ലെയിനിൽ പോകുമ്പോൾ. അടുത്തത് അതും ഒരു ട്രെയിൻ തന്നെയാണ്. ഹൈ സ്പീഡ് ട്രെയിൻ അല്ലെങ്കിൽ ബുള്ളറ്റ് ട്രെയിൻ എന്നൊക്കെ പറയുന്ന പോലത്തെ ട്രെയിൻ ആണത്. ഇറ്റ് ട്രാവൽസ് അറ്റ് വെരി ഹൈ സ്പീഡ്സ്, ഹെൽപ്പിംഗ് പീപ്പിൾ റീച്ച് ഡെസ്റ്റിനേഷൻ ഫാസ്റ്റർ. ലാസ്റ്റ് ചിത്രത്തിലുള്ളതോ അതൊരു കേബിൾ കാർ ആണ്. റോഡുകൾ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിൽ, വലിയ മലമുകളിലേക്കോ അല്ലെങ്കിൽ ചില സമയത്ത് റിവറിന്റെ അക്രോസോ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ കേബിൾ കാർ ആണ് ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. ഇറ്റ് ഹെൽപ്സ് പീപ്പിൾ ട്രാവൽ അക്രോസ് ഹിൽസ്, മൗണ്ടെയിൻസ് ഓർ റിവേഴ്സ് ഈസിലി വെയർ റോഡ്സ് ആർ ഡിഫിക്കൽട്ട് ടു ബിൽഡ്. Find out, how did your parents and grandparents go to schools or other places when they were of your age? Is it different from how you travel today? Note it down below. ഇപ്പൊ നിങ്ങള് വീട്ടിൽ ചെന്നിട്ട് പേരൻസിനോടും ഗ്രാൻഡ് പാരൻസിനോടും ഒക്കെ ചോദിക്കുക അവര് സ്കൂളിൽ പോരുന്നത് എങ്ങനെയായിരുന്നു എന്ന്. ഇവിടെ നിങ്ങൾ ചിലപ്പോൾ സ്കൂൾ ബസ്സിലായിരിക്കും യാത്ര ചെയ്യുന്നത്, നിങ്ങളുടെ പേരൻസ് സൈക്കിളിലായിരിക്കും സ്കൂളിൽ പോയിട്ടുണ്ടാവുക, ഗ്രാൻഡ് പാരൻസ് ആണെങ്കിൽ നടന്നായിരിക്കും പോയിട്ടുണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് പോവാൻ പറ്റും. നിങ്ങളുടെ പേരൻസ് ആണെങ്കിൽ സൈക്കിൾ ചവിട്ടി ചവിട്ടി ബുദ്ധിമുട്ടിയായിരിക്കും പോയിട്ടുണ്ടാവുക, ഗ്രാൻഡ് പാരൻസ് ആണെങ്കിൽ കുറേ ദൂരം നടന്ന് ക്ഷീണിച്ചായിരിക്കും സ്കൂളിൽ പോയിട്ടുണ്ടാവുക. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ അവരുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കണം. എന്നിട്ട് ഈ ടേബിൾ ഫില്ല് ചെയ്യണം. ഓക്കെ. After some time, a few people got down at a bus stop which was near a hospital. അങ്ങനെ അവരുടെ ബസ് പോയി ഒരു ഹോസ്പിറ്റലിന്റെ അടുത്ത് എത്തി. Navya noticed a banner outside the hospital that said, "Eye checkup camp." ആ ഹോസ്പിറ്റലിന്റെ പുറത്ത് ഒരു വലിയ ബാനർ വെച്ചിട്ടുണ്ട്. അതിൽ എഴുതിയിരിക്കുന്നത് ഐ ചെക്കപ്പ് ക്യാമ്പ് എന്നാണ്. Many people were going to that hospital. കുറേ പേര് ആ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ടായിരുന്നു. What is this? Why are so many people coming here? She asked. Her eyes got wide with wonder. ഇങ്ങനെ കുറേ പേര് ഒന്ന് കണ്ടപ്പോ അവൾ ആകെ അത്ഭുതത്തോടെ നോക്കി. എന്നിട്ട് ദാദാജിയോട് ചോദിച്ചു,
എന്താ ഇത്? എന്തുകൊണ്ടാ കുറേ പേര് പോകുന്നത്? Dadaji replied, Navya, this is a hospital. People come here when they are unwell. ഇതൊരു ഹോസ്പിറ്റലാണ്. ആളുകള് അവർക്ക് അസുഖം വരുന്ന സമയത്ത്, അവര് സിക്കാവുന്ന സമയത്ത് ആണ് ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. I brought your grandmother here for eye operation a few years ago. ഞാൻ നിന്റെ ഗ്രാൻഡ് മദറിനെ ഇവിടെ ഒരു ഐ ഓപ്പറേഷന്, കണ്ണിനെന്തോ അസുഖം വന്നിട്ട് അതിന് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ഇവിടേക്ക് കൊണ്ടുവന്നിരുന്നു. The doctors helped her see better and it made a huge difference to her life. ഇവിടെയുള്ള ഡോക്ടേഴ്സ് ഒക്കെ അവൾ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു. അവര് രോഗം കണ്ടുപിടിച്ച് അതിന് കൃത്യമായ ട്രീറ്റ്മെന്റ് കൊടുത്തത് കൊണ്ട് അവരുടെ ലൈഫ് തന്നെ മാറിപ്പോയി. മുമ്പ് കണ്ണ് കാണാത്ത ഒരാൾക്ക് ഇപ്പൊ കണ്ണ് കാണാൻ പറ്റുന്നുണ്ടല്ലോ. This hospital is such an important part of our community. ഈ ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. ടുഡേ ഇറ്റ് ഈസ് ഓർഗനൈസിങ് എൻ ഐ ചെക്കപ്പ് ക്യാമ്പ്. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റും ജീവിക്കുന്ന ആളുകൾക്ക് എപ്പോൾ വേണമെങ്കിലും ഒരു അസുഖം വരാമല്ലേ. അസുഖം വന്നു കഴിഞ്ഞാൽ അതിനെ ട്രീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലുകളിൽ തന്നെ പോകണം. അപ്പൊ ഏതൊരു ലൊക്കാലിറ്റിയിലും ഒരു നല്ല ഹോസ്പിറ്റൽ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. ഇവിടെ ഇന്ന് കുറേ ആളുകൾ അങ്ങോട്ട് പോകാൻ കാരണം എന്താ? അവിടെ ഒരു ഐ ചെക്കപ്പ് ക്യാമ്പ് നടക്കുന്നുണ്ട്. അപ്പൊ ആളുകളൊക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നടന്നു പോവുകയായിരിക്കും. Right. List the people who works at a hospital or a health center and write down their role in the following table. One example has been given in the table. ഒരു ഹോസ്പിറ്റൽ എന്ന് കേൾക്കുമ്പോൾ അവിടെ ഏതൊക്കെ തരം ആളുകളാണ് ഉണ്ടാവുക? ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ആളുകള് മെയിൻ ആയിട്ട് ഒരു ഡോക്ടർ ഉണ്ടാകും. ഡോക്ടർ എന്താ ചെയ്യുക? ട്രീറ്റ്സ് പേഷ്യൻസ് ആൻഡ് പ്രിസ്ക്രൈബ് മെഡിസിൻസ്. ഇനി നേഴ്സ് ആണെങ്കിലോ, നേഴ്സ് എന്താ ചെയ്യുക? കെയർസ് ഫോർ പേഷ്യൻസ് ആൻഡ് അസിസ്റ്റ് ഡോക്ടേഴ്സ്. ഓരോ പേഷ്യന്റിനെയും കൃത്യമായിട്ട് അവർക്ക് വേണ്ട പരിചരണം കൊടുക്കുന്നത് നേഴ്സാണ്. ഇനി ഇതുപോലെ വേറെ ആരൊക്കെ ഉണ്ടാകും? നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഫാർമസിസ്റ്റ് ഉണ്ടാവും. ഫാർമസിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരാ? ഡോക്ടർ മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് എടുത്തു തരുന്നത് ഫാർമസിയിൽ നിന്ന് ഒരു ഫാർമസിസ്റ്റ് ആണ്. ആൻഡ് എക്സ്പ്ലെയിൻസ് ഹൗ ടു യൂസ് ദം. ലാബ് ടെക്നീഷ്യൻ, ഒരു ഹോസ്പിറ്റല് നമുക്ക് സ്കാൻ ചെയ്യുക, അതുപോലെ പല പല പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യേണ്ടി വരും. നമ്മുടെ ബ്ലഡ് എടുക്കുക, ടെസ്റ്റുകളൊക്കെ നടത്തുക. ഇതൊക്കെ ചെയ്യുന്നത് ആരാണ്? ലാബ് ടെക്നീഷ്യൻസ് ആണ്. കണ്ടക്ട്സ് മെഡിക്കൽ ടെസ്റ്റ് ആൻഡ് പ്രിപ്പയർസ് റിപ്പോർട്ട്സ്. ഇനി ഇതല്ലാതെ ഹോസ്പിറ്റലിൽ വേറെ ആരൊക്കെ ഉണ്ട്? 2-3 എക്സാമ്പിൾസും കൂടി നോക്കാം. ബാക്കി കുറച്ചെണ്ണം നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം. റിസപ്ഷനിസ്റ്റ് ഉണ്ട്, ആംബുലൻസ് ഡ്രൈവർ ഉണ്ട്, വാർഡ് അറ്റൻഡന്റ് ഉണ്ട്, സർജൻ ഉണ്ട്. ഓരോരുത്തർക്കും അവരവരുടേതായ ഡ്യൂട്ടീസും ഉണ്ട്. Savings for the future. The bus stopped at the bus stop near their house. Dadaji and Navya stepped out of the bus. Finally, അവരവരുടെ വീട്ടിൻ്റെ അടുത്തെത്തി. രണ്ടുപേരും ബസ്സിൽ നിന്ന് ഇറങ്ങി. On the way home, they walked to a bank that had an ATM. What is this machine, Dadaji? അവർ രണ്ടുപേരും കൂടി ഒരു ബാങ്കിലേക്ക് ചെന്നു. അവിടെ ഒരു ATM മെഷീൻ ഉണ്ടായിരുന്നു. അപ്പൊ അത് കണ്ടപ്പോ നവ്യ ചോദിക്കുക, വാട്ട് ഈസ് ദിസ് മെഷീൻ ദാദാജി? നവ്യ ആസ്ക്ഡ് ക്യൂരിയസ്ലി. ദിസ് ഈസ് an ATM, ഷോർട്ട് ഫോർ ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ. ATMന്റെ ഫുൾ ഫോം പലരും പല തമാശ രീതിയിലൊക്കെ എനി ടൈം മണി അങ്ങനെ പലതും പറയുന്നത് കേൾക്കാം. പക്ഷെ അതൊന്നുമല്ല. ഇതിന്റെ കറക്റ്റ് ഫുൾ ഫോം എന്താണ്? A for automated, T for teller and M for machine. Dadaji explained. It helps us to take out money anytime we need it. നമ്മൾ ബാങ്കുകളിൽ ചെന്നാൽ അവിടെ ബാങ്കിൽ ഒരു ടെല്ലർ ഉണ്ടാകും. ടെല്ലർ എന്ന് പറഞ്ഞാൽ സംസാരിക്കുന്ന ആളെന്നല്ല കേട്ടോ, നമുക്ക് പൈസ തരുന്ന ആള്. അപ്പൊ അത് ആളുകളാണ് ചെയ്യുന്നത്. അതിന് പകരം നമുക്ക് എപ്പോൾ വേണമെങ്കിലും ബാങ്കിന്റെ ഉള്ളിൽ പോകാതെ തന്നെ പൈസ എടുക്കാൻ പറ്റും.
നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ പൈസ ഉണ്ടായാൽ മാത്രം മതി. നമുക്കൊരു ATM കാർഡ് ഉണ്ടാകും. ആ ATM കാർഡ് ഇതിലിട്ട് പിൻ നമ്പറൊക്കെ അടിച്ചു കൊടുത്ത് ആവശ്യമുള്ള പൈസ എൻ്റർ ചെയ്താൽ നമുക്ക് പൈസ ഏത് സമയവും കിട്ടും. അപ്പൊ അതാണ് ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ അല്ലെങ്കിൽ ATM മെഷീൻ. Navya asked, why do we keep our money in the bank, Dadaji? നവ്യ ആകെ കൺഫ്യൂസ്ഡ് ആയി. നമ്മുടെ പൈസ നമ്മുടെ കയ്യിൽ വെച്ചാ പോരെ, ബാങ്കിൽ കൊണ്ടുപോയിടുന്നത്? ബാങ്ക്സ് ആർ എ സ്പെഷ്യൽ പ്ലേസ് വെയർ ദ മണി ഈസ് കെപ്റ്റ് സേഫ്. ബാങ്കുകൾ എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ പ്ലേസ് ആണ്. അവിടെ നമ്മുടെ പൈസയൊക്കെ സേഫ് ആയിട്ട് അവർ സൂക്ഷിച്ചു വെക്കും. They also help us save money for our future needs, ദാദാജി replied. അപ്പൊ ബാങ്കുകളിൽ നമ്മൾ പൈസ നിക്ഷേപിക്കുന്നത് എന്തിനാണ്? നമ്മുടെ കയ്യിൽ ഇപ്പൊ ഉള്ള പൈസ, നമുക്ക് ഇപ്പൊ അത്ര അത്യാവശ്യമല്ലാത്ത പൈസ നമ്മൾ ബാങ്കിൽ നിക്ഷേപിച്ചാൽ ഫ്യൂച്ചറിൽ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ആ പൈസ നമുക്ക് അവിടുന്ന് എടുത്തുപയോഗിക്കാം. When I was of your age, we did not have ATMs. അതിന്റെ കൂടെ ദാദാജി പറയാ, ഞാൻ നിന്നെ പോലെ ചെറിയ കുട്ടിയായിരുന്ന കാലത്ത് ATMs ഒന്നും ഉണ്ടായിരുന്നില്ല. We had to visit the bank and wait in long queues. നമുക്ക് എപ്പോഴും ബാങ്കിൽ തന്നെ പോകണമായിരുന്നു. അപ്പൊ നമ്മളെ പോലെ വേറെ ആളുകളും പൈസ എടുക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ലോങ് ക്യൂല് നിൽക്കണം. ഓൾസോ വി യൂസ് മണി ഓർഡേഴ്സ് ടു സെൻഡ് മണി ത്രൂ ദ പോസ്റ്റ് ഓഫീസ്. ഇത് മാത്രമല്ല, ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പൈസ അയക്കാൻ വേണ്ടി മണി ഓർഡർ സംവിധാനം, മണി ഓർഡർ എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഓഫീസ് വഴി പൈസ അയക്കുന്നതിനാണ് പറയുക. പണ്ട് കാലത്തൊക്കെ വേറൊരാൾക്ക് പൈസ കൊടുക്കാൻ വേണ്ടി സ്ഥിരമായിട്ട് മണി ഓർഡറുകളായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. But now we can use mobile phones to send money online within seconds. Mama sent money to my mother to buy gift for us this Raksha Bandhan, Navya said excitedly. പണ്ട് കാലത്ത് ഒരാൾക്ക് വേറൊരാൾക്ക് പൈസ കൊടുക്കണമെങ്കിൽ ഒന്നിൽ ബാങ്കിൽ ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ മണി ഓർഡർ ആയിട്ട് അയക്കണം. എന്നാൽ ഇപ്പോഴത്തെ കാലത്തോ ഓൺലൈനായിട്ട് നമുക്കറിയാം, ജിപേ അല്ലെങ്കിൽ ഫോൺ പേ, ഭീം UPI എന്നൊക്കെ പറഞ്ഞ് കുറേ പേയ്മെന്റ് മെത്തേഡ്സ് ഉണ്ടല്ലേ. നമുക്ക് സ്കാൻ ചെയ്തിട്ട് വിത്തിൻ സെക്കൻഡ്സ് പൈസ അയച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോ പെട്ടെന്ന് നവ്യക്ക് ഓർമ്മ വന്നു, രക്ഷാബന്ധന്റെ ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടി മാമ, അമ്മയുടെ ബ്രദർ, അമ്മയ്ക്ക് പൈസ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. യെസ്, ടെക്നോളജി ഹാസ് മേഡ് തിങ്സ് സോ മച്ച് ഈസിയർ, അഗ്രീഡ് ദാദാജി. ഇങ്ങനെയൊക്കെയുള്ള ടെക്നോളജീസ് നമ്മുടെ ലൈഫിനെ വളരെയധികം ഈസി ആക്കിയിട്ടുണ്ട്. നവ്യ ചെറിയ കുട്ടിയാണ് നിങ്ങളെ പോലെ, പിന്നെ ഒന്ന് ദാദാജി വളരെ പ്രായം ചെന്ന ഒരാളാണ്. ഈ ദാദാജി ചെറിയ കുട്ടിയായിരുന്ന കാലം എന്ന് പറഞ്ഞാൽ കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പൊ ഇപ്പൊ ഉണ്ടായിരുന്ന പല കാര്യങ്ങളും ആ കാലത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോ ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ മാറിയതിൽ ഇതൊക്കെ എത്ര ഗുണമാണ് നമുക്കൊക്കെ വരുത്തിയതെന്ന് അവർക്ക് മനസ്സിലാകും. എന്നാ നിങ്ങൾക്ക് മനസ്സിലാവാൻ സാധ്യത കുറവാണ്. കാരണം നിങ്ങളൊക്കെ ജനിച്ചപ്പോ മുതൽ ഇതൊക്കെ കണ്ടാണല്ലേ വളരുന്നത്. ഇനി ഭാവിയിൽ ഒരു 19 വർഷം കഴിഞ്ഞാൽ പുതിയ പുതിയ കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. ഓ, ഞങ്ങൾ ചെറിയ കുട്ടിയായപ്പോൾ അവിടെ ATM ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ കണ്ടില്ലേ ഇത് പുതിയ ടെക്നോളജി എന്ന് നിങ്ങൾക്ക് ഭാവിയിൽ പറയാൻ പറ്റും. അപ്പോൾ മുമ്പില്ലാത്ത പല കാര്യങ്ങളും ഇപ്പോഴുണ്ടതായിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കാണുന്നത്. ഇനി ഇവിടെ ഒരു ബാങ്കിന്റെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ ഓഫീസേഴ്സ് ഒക്കെ അവരുടെ ജോലികൾ ചെയ്യുന്നുണ്ട്. ഓരോ ആളുകൾ ഓരോ ആവശ്യങ്ങൾക്കായിട്ട് ബാങ്കിൽ പോയിരിക്കുകയാണ്. ഡിസ്കസ്. If you had to send money to someone, which method would you choose? Using a phone, money order or some other mode? Why? നിങ്ങൾ ആർക്കെങ്കിലും പൈസ കൊടുക്കുമ്പോൾ ഏത് മോഡിലാണ് പൈസ കൊടുക്കാറ്? നിങ്ങൾക്ക് ചിലപ്പോൾ ഇപ്പോൾ ഒരു മൊബൈൽ ഫോണോ ഒരു ബാങ്ക് അക്കൗണ്ടോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ നേരിട്ടായിരിക്കും അവർക്ക് പൈസ കൊടുക്കുന്നുണ്ടാവുക അല്ലേ? എന്നാൽ നിങ്ങളുടെ പേരൻസ് ഒക്കെ ഒരു മൊബൈൽ ഫോണൊക്കെ ഉള്ളത് കൊണ്ടും ഫാസ്റ്റ് ആയി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത് കൊണ്ടും ഫോൺ ഉപയോഗിച്ചായിരിക്കും പൈസ ട്രാൻസ്ഫർ ചെയ്യുക. മണി ഓർഡർ ഒക്കെ ഇന്നത്തെ കാലത്ത് വളരെ കുറവായിട്ട് മാത്രമേ ആരെങ്കിലും ചെയ്യുന്നുള്ളൂ. ഇഫ് യു ഗെറ്റ് പോക്കറ്റ് മണി, ഡു യു സേവ് ഇറ്റ്? നിങ്ങൾക്ക് പൈസ കിട്ടുന്ന സമയത്ത് പോക്കറ്റ് മണി ആയിട്ടോ ഗിഫ്റ്റ് ആയിട്ടോ ഒക്കെ കിട്ടുമ്പോൾ നിങ്ങളത് സേവ് ചെയ്യുമോ അതോ അപ്പൊ തന്നെ യൂസ് ചെയ്ത് തീർക്കുമോ? എന്താ ചെയ്യാറുള്ളത്? സേവ് ചെയ്യും അല്ലേ? നല്ല കുട്ടികൾ അങ്ങനെയാണ്, സേവ് ചെയ്തിട്ട് അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി അത് ഉപയോഗിക്കും.
ഇഫ് യെസ്, വേർ ഡു യു പുട്ട് യുവർ സേവിങ്സ്? നിങ്ങൾ എങ്ങനെയാ പൈസ സേവ് ചെയ്യുന്നത്? ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും. യെസ്, ഐ സേവ് a part of my pocket money. I keep my savings in a piggy bank and sometimes deposit them in my savings account. ആദ്യം പിഗ്ഗി ബാങ്കിൽ ഇട്ട് വെച്ച് അത് വലിയ എമൗണ്ട് ആവുമ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ ഇട്ട് വെക്കാം. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും എങ്ങനെയാ സേവ് ചെയ്യുന്നതെന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുക, അല്ലെങ്കിൽ ഇതിന്റെ ഉത്തരമായിട്ട് എഴുതുക. വൈ ഡു യു തിങ്ക് ഇറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ് ടു സേവ് മണി? എന്തിനാണ് നമ്മൾ പൈസ സേവ് ചെയ്യുന്നത്? ഫുള്ളായിട്ട് തീർത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും? നമുക്ക് വളരെ അത്യാവശ്യമായിട്ട് വരുന്ന സിറ്റുവേഷനിൽ ഉപയോഗിക്കാൻ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാവില്ല, അല്ലേ? So saving money is important because it helps us to meet future needs and emergencies. It also helps us to achieve our goals without financial difficulties. Financial difficulties എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ കുറേ പൈസയുണ്ട്, നമുക്ക് സ്കൂൾ കഴിഞ്ഞിട്ട് നല്ലൊരു സ്ഥലത്ത് പഠിക്കണം, ആ കോഴ്സിന് എത്ര രൂപ ഫീസ് കൊടുക്കണം. അപ്പൊ ഫീസ് ഇല്ലെങ്കിൽ അവിടെ പഠിക്കാൻ പറ്റില്ല, അല്ലേ? എന്നാൽ ഫീസ് വേണമെങ്കിലോ നമ്മൾ സേവ് ചെയ്ത പൈസ ഉണ്ട്, ധൈര്യമായിട്ട് അതിൽ നിന്ന് എടുത്ത് കൊടുക്കാലോ, ഒരു ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുകളും ഉണ്ടാവില്ല. അപ്പോൾ സേവിങ് മണി ഈസ് ഇമ്പോർട്ടൻറ്റ്. വാട്ട് ആർ സം തിങ്സ് യു കുഡ് ഡു ടു സേവ് മോർ മണി? നിങ്ങൾ കൂടുതൽ കൂടുതൽ പൈസ സേവ് ചെയ്യാൻ എന്തൊക്കെ മെത്തേഡ്സ്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? I can save more money by avoiding unnecessary spendings. നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, നമ്മളൊരു സ്ഥലത്ത് പോയിട്ട് എന്ത് സാധനം കാണുമ്പോഴും നമ്മൾ അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പൈസ തീർന്നു പോവല്ലോ. ആ സാധനങ്ങൾ അത്യാവശ്യമാണെങ്കിൽ, നമുക്കത് യൂസ്ഫുൾ ആണെങ്കിൽ മാത്രം ആ സാധനം വാങ്ങിക്കാം. ഇനി മേക്കിംഗ് എ ബഡ്ജറ്റ്. എന്ത് വാങ്ങിക്കുമ്പോഴും എത്ര രൂപയുടെ സാധനം വാങ്ങിക്കണം, എത്ര പൈസയ്ക്ക് ഉള്ള സാധനം വാങ്ങിക്കണം എന്നൊരു ബഡ്ജറ്റ് അല്ലെങ്കിൽ ഒരു കാൽക്കുലേഷൻ നമുക്കുണ്ടാവണം. ആൻഡ് സെറ്റിംഗ് അസൈഡ് എ പോർഷൻ ഓഫ് മൈ പോക്കറ്റ് മണി റെഗുലർലി. എനിക്ക് കിട്ടുന്ന പോക്കറ്റ് മണി മുഴുവനായിട്ട് ഉപയോഗിച്ച് തീർക്കാതെ ഞാൻ അതിൽ നിന്ന് കുറച്ച് കുറച്ച് പൈസ മാറ്റി വെക്കാൻ എപ്പോഴും ശ്രമിക്കും. റിക്വസ്റ്റ് വൺ ഓഫ് യുവർ ഫാമിലി മെമ്പേഴ്സ് ടു ഷോ യു ദെയർ bank passbook. Note the important elements given on the first page of the passbook. എന്താണ് ഒരു ബാങ്ക് പാസ്ബുക്ക്? നിങ്ങൾ ഒരു ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ആ അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അടങ്ങുന്ന ഒരു ബുക്കാണ് പാസ്ബുക്ക്. അപ്പോൾ ആ ഒരു ബാങ്കിലുള്ള ആളുകൾക്ക് നിങ്ങൾ ഈ പാസ്ബുക്ക് അവിടെ കൊണ്ടുപോകുമ്പോൾ മനസ്സിലാവും, നിങ്ങളുടെ അക്കൗണ്ട് ഇവിടെ ഉണ്ട്, ഏതാണ് അക്കൗണ്ട് നമ്പർ, അതിൽ എത്ര പൈസ ഉണ്ട്, അവർക്ക് ഈ പൈസ കൊടുക്കാം എന്നൊക്കെ തീരുമാനിക്കുക ഈ പാസ്ബുക്ക് കാണുമ്പോഴാണ്. അപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ ചിത്രം കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്നാമതായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത് അക്കൗണ്ട് നമ്പർ ആണ്. ആ ബാങ്കിലുള്ള ഓരോ അക്കൗണ്ടിനും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള നമ്പർ കൊടുത്തിട്ടുണ്ടാവും, അതാണ് അക്കൗണ്ട് നമ്പർ. അപ്പൊ നമ്മൾ ഈ സ്ഥലത്ത് പൈസ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ആ അക്കൗണ്ട് നമ്പർ ഉപയോഗിച്ചിട്ടാണ് അക്കൗണ്ടിലേക്ക് പൈസ കൊടുക്കുക. കസ്റ്റമർ നെയിം. നിങ്ങളുടെ അക്കൗണ്ട് ആണെങ്കിൽ നിങ്ങളുടെ പേരുകൾ അതിൽ കൊടുത്തിട്ടുണ്ടാകും, പിന്നെ നിങ്ങളുടെ അഡ്രസ്സ് ഉണ്ടാകും, പിന്നെ ബാങ്കിന്റെ നെയിം ഉണ്ടാകും, അതുപോലെ നിങ്ങളുടെ ഫോട്ടോ ഒട്ടിച്ചിട്ടുണ്ടാവും, ബാക്കി ബാങ്കിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ ഒറിജിനൽ പാസ്ബുക്ക് നിങ്ങളുടെ ഫാമിലിയിൽ ആരോടെങ്കിലും ചോദിച്ച് അത് നോക്കി മനസ്സിലാക്കുക. ആക്ടിവിറ്റി 3. Visit a bank in your locality or find out from your elders about how it works. After that, answer the following questions. നിങ്ങളുടെ നിയർ ബൈ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ബാങ്കിൽ പോയി നോക്കുക, അതുപോലെ എന്തൊക്കെയാണ് ബാങ്കിലുള്ള സിസ്റ്റംസ് എന്ന് നിങ്ങളുടെ റിലേറ്റീവ്സിനോടൊക്കെ ചോദിക്കുക. അതിനുശേഷം ഈ താഴെ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അതർ ദാൻ സേവിംഗ് മണി, what else do people use bank for? പൈസ സേവ് ചെയ്യാൻ അല്ലാതെ വേറെ എന്തൊക്കെ കാര്യങ്ങൾക്ക് ബാങ്ക് ഉപയോഗിക്കാൻ പറ്റും? People use banks for depositing and withdrawing money. അതാണ് നമ്മുടെ പൈസ സേവ് ചെയ്യുക. ഇനി ട്രാൻസ്ഫറിങ് മണി, വേറൊരാൾക്ക് പൈസ കൊടുക്കണമെങ്കിൽ അവരുടെ അക്കൗണ്ടിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ടേക്കിംഗ് ലോൺസ്, വീടൊക്കെ വെക്കണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിലോ ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി നമുക്ക് ആവശ്യം വരും, അല്ലേ? നമുക്ക് ബാങ്കിൽ പോയിട്ട് ലോൺ ആയിട്ട് ആ പൈസ എടുക്കാം.
എന്നിട്ട് നമ്മുടെ കയ്യിൽ പൈസ വരുമ്പോൾ എല്ലാം കൃത്യമായിട്ട് അടച്ച് ആ പൈസ അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കാം. പേയിങ് ബിൽസ്, ഓരോ ബിൽസ് ഒക്കെ പേ ചെയ്യാൻ നമുക്ക് ബാങ്ക് യൂസ് ചെയ്യാം. കീപ്പിംഗ് വാല്യുബിൾസ് സേഫ് ഇൻ ലോക്കേഴ്സ്, ബാങ്കുകളിൽ ലോക്കർ സംവിധാനങ്ങളുണ്ട്. നമ്മുടെ കയ്യിലുള്ള ഗോൾഡ്, സിൽവർ അല്ലെങ്കിൽ വേറെ പല കാര്യങ്ങളും നമുക്ക് ഈ ബാങ്കിന്റെ ലോക്കേഴ്സിൽ സൂക്ഷിക്കാൻ പറ്റും. ഇനി വാട്ട് ഈസ് എൻ ATM ആൻഡ് ഹൗ ഡസ് ഇറ്റ് ഹെൽപ്പ് പീപ്പിൾ? നമ്മൾ നേരത്തെ പറഞ്ഞു എന്തായിരുന്നു ATMന്റെ ഫുൾ ഫോം? ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ is a machine that allows people to withdraw cash, check the account balance and perform basic banking transactions at any time without visiting a bank branch. ഒരു ബാങ്കിൽ പോവാതെ തന്നെ പൈസ വിഡ്രോ ചെയ്യാം. ഇപ്പൊ പൈസ അതിലേക്ക് ഇടാനും പറ്റും. പിന്നെ എത്ര ബാലൻസ് ഉണ്ടെന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ ബാങ്കിൽ നടന്ന ട്രാൻസാക്ഷൻസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീനാണ് ATM machine. Take an Indian currency note. Look at it closely and answer the following question. ഇത് നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഒരു പൈസ ഉണ്ടാവും അല്ലേ? അപ്പോൾ ഏതെങ്കിലും ഒരു നോട്ട് കയ്യിലെടുത്തിട്ട് ഈ തന്നിരിക്കുന്ന ചോദ്യത്തിന്റെ ഒക്കെ ഉത്തരം കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ദ നോട്ട്? നിങ്ങൾ 100 റുപ്പീസിന്റെ നോട്ടാണ് എടുത്തതെങ്കിൽ ആ നോട്ടിന്റെ വാല്യൂ എന്താണ്? 100. ഇനി 500 റുപ്പീസിന്റെ ആണെങ്കിലോ 500 റുപ്പീസ് ആണ് ആ നോട്ടിന്റെ വാല്യൂ. ഹൗ മെനി ലാംഗ്വേജസ് ഡു യു സീ ഓൺ ദ നോട്ട്? എത്ര ലാംഗ്വേജിൽ നോട്ടിൽ എഴുതിയിട്ടുണ്ടാകുമെന്നാണ് ചോദിക്കുന്നത്. വാട്ട് പിക്ചേഴ്സ് ഓർ സിംബൽസ് ആർ ദെയർ ഓൺ ദ നോട്ട്? എന്തൊക്കെ ചിത്രങ്ങളും സിംബൽസും ആ നോട്ടിലുണ്ടാകും. അപ്പോ നമുക്കറിയാം ആരാണ് ഇന്ത്യയിൽ ഈ നോട്ടുകളൊക്കെ അച്ചടിക്കുന്നതും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതും? അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഇപ്പൊ നമ്മുടെ കയ്യിൽ എടുത്ത് കാണിക്കാൻ ഒരു നോട്ട് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ പോയി നോക്കി അവിടെ നമുക്കൊരു 100 റുപ്പീസിന്റെ നോട്ട് കാണാം. എന്നിട്ട് അതിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നതെന്ന് നോക്കാം. ഇത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റ് ആണ്. അതിൽ ഒരു 100 റുപ്പീസ് നോട്ട് നമ്മൾ എടുത്തിരിക്കുകയാണ്. അപ്പൊ അതില് ആദ്യമായിട്ട് 100 എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവിടെ അവിടെയും ഒരു റുപ്പീസ് 100 എന്ന് എഴുതിയിട്ടുണ്ട്. അത് ചരിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും. 100 എന്ന് ഹിന്ദിയിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ മഹാത്മാജിയുടെ ചിത്രമുണ്ട്, അവിടെയും ഒരു 100 എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതേപോലെ ഭാരത്, ഇന്ത്യ എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ അതിലൊരു സ്ട്രിപ്പ് പോലെ RBI, ഭാരത് എന്നൊക്കെ എഴുതിയിട്ടുണ്ടാകാം. പിന്നെ അതിലൊക്കെ കുറെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. മഹാത്മാഗാന്ധിയുടെ ഒരു ചിത്രം കുറച്ച് ബ്ലേർഡ് ആയിട്ട് ഇവിടെ ഉണ്ട്. പിന്നെ ഇതേപോലെ ഉണ്ട്, നമ്മുടെ അശോക സ്തംഭത്തിന്റെ ചിത്രമുണ്ട്. പിന്നെ കണ്ണ് കാണാത്ത ആളുകൾക്ക് ബ്രെയിൻ ലിപിയിലും അവർക്ക് തൊട്ട് നോക്കാൻ പോലെയുള്ള രീതിയിൽ എഴുതിയിട്ടും അതിന്റെ സിംബൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ബാക്ക് സൈഡിൽ ഏത് വർഷമാണ് ഈ നോട്ട് ഇറക്കിയിരിക്കുന്നതെന്നുണ്ട്. പിന്നെ സ്വച്ഛ് ഭാരത് മിഷന്റെ സിംബൽ ഉണ്ട്. പിന്നെ കുറേ ലാംഗ്വേജിൽ ഈ പൈസ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവിടെ 100 രൂപ നോട്ടില് റാണി കി വാവ് എന്ന ഒരു ബിൽഡിങ്ങിന്റെ, പഴയ ബിൽഡിങ്ങിന്റെ ചിത്രവും കൊടുത്തിട്ടുണ്ട്. 100 രൂപ എന്ന് ഹിന്ദിയിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ചോദ്യം എന്തായിരുന്നു? എത്ര ഭാഷകളിലാണ് എഴുതിയിരിക്കുന്നത്? ഇവിടെ 15 ഭാഷകളിൽ ഈ ഒരു ബോക്സിൽ 100 രൂപ, 100 റുപ്പീസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അത് കൂടാതെ പുറത്ത് 100 റുപ്പയെ എന്ന് ഹിന്ദിയിലും 100 റുപ്പീസ് എന്ന് ഇംഗ്ലീഷിലും എഴുതിയിട്ടുണ്ട്. അപ്പോൾ 15, 16, 17 ടോട്ടൽ 17 ലാംഗ്വേജസിലാണ് 100 റുപ്പീസിന് എഴുതിയിരിക്കുന്നത്. പിന്നെ ഇതിൽ എന്തൊക്കെ സിംബൽസ് ആണെന്ന് നമ്മളിപ്പോൾ കണ്ടു. നിങ്ങൾ ഓരോരുത്തരും വീട്ടിലുള്ള പൈസ എടുത്ത് ചെക്ക് ചെയ്തിട്ട് ഇത് ഉറപ്പിക്കുക. Do you know, long ago, people used barter system to exchange goods and services. നിങ്ങൾക്കറിയാമോ, പണ്ട് ഇതുപോലത്തെ കറൻസി നോട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല, പൈസയൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് നമ്മളടുത്ത് എന്താണോ ഉള്ളത് അത് കൊടുത്തിട്ട് നമ്മൾ വേറൊരാളുടെ അടുത്ത് നിന്ന് വാങ്ങിക്കുമായിരുന്നു. ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഫ്രൂട്ട്സ് വേണമെങ്കിൽ നമ്മുടെ കയ്യിൽ ആടുകളാണുള്ളതെങ്കിൽ ആടിനെ കൊടുത്ത് ഫ്രൂട്ട് വാങ്ങിക്കും. For example, a farmer could exchange wheat for milk from a shepherd. മിൽക്ക് വേണമെങ്കിൽ വീറ്റ് കൊടുക്കുക, എന്നിട്ട് പാല് വാങ്ങിക്കുക.
However, finding the right trade partner and the right exchange value was not always easy. To simplify exchanges, money was invented. ഈ ചിത്രത്തിൽ നോക്കൂ, വലിയൊരു ആടുണ്ട്, കുറച്ച് പഴങ്ങളുണ്ട്. ഇത്രയും വലിയ ആടിന് പകരം ഇത്രയും കുറച്ച് പഴങ്ങൾ കൊടുത്താൽ പോരാ അല്ലേ? അപ്പോ ഈ ഒരു വാല്യൂ കറക്റ്റ് ആക്കാൻ വേണ്ടി ഇപ്പൊ ആടിന് എത്ര പൈസ ഉണ്ട് എന്ന് തീരുമാനിക്കണം, പഴത്തിന് എത്ര പൈസ ഉണ്ടെന്ന് തീരുമാനിക്കണം. അപ്പോൾ എത്ര കൂടുതൽ പഴങ്ങൾ കൊടുക്കണം ഒരു ആടിന് വേണ്ടി എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതിനു വേണ്ടിയാണ് പൈസ കണ്ടുപിടിച്ചത്. ഇപ്പൊ നമ്മൾ എല്ലാവരും പൈസയാണല്ലേ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഇതിന്റെ ബാക്കി ഭാഗം പാർട്ട് 3 വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാവരും ഇത്രയും പോർഷൻസ് ഒക്കെ നന്നായി വായിക്കുക. ബാങ്കും പാസ്ബുക്കും ബാങ്കിങ് സിസ്റ്റത്തിനെയും ഒക്കെ പറ്റി മനസ്സിലാക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.